ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ് ഡേ ആണ് കേട്ടോ. അവിടെ നല്ല സൗണ്ടൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് തരുന്നത്. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ ഇപ്പം വീഡിയോസുകൾ ഇന്നലെ ഇന്നൊക്കെയായിട്ട് നല്ല തിരക്കില്ലായിരുന്നു. അപ്പോൾ വീഡിയോസ് ഫോൺ അങ്ങനെ നോക്കാതെ ഒഴിവിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാതൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഒരു തമിഴ് നടൻ ജയം രവിൻ്റെ ഒരു പ്രസ് മീറ്റിംഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണേ. അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ്. അയാൾ അനുഭവിച്ച് പൊട്ടിക്കരയുക. മെൻസ് കമ്മീഷനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുക അയാളെ അനുഭവം പറഞ്ഞിട്ട്. ഭാര്യൻ്റെ ക്രൂരതയും പീഡനവും, എന്താ പറയുക, മക്കളെ കാണാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥ ഒക്കെ. സ്കൂളിലൊക്കെ പറയുമ്പോൾ ബോഡി ഗാർഡൊക്കെയാണ്, എന്താ പറയുക, 50 ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെയാണ് മക്കളെ സ്കൂളിൽ പഠിപ്പിക്കണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിക്കരയാണ്. അതേപോലെ എന്താ പറയുക, ജോയിൻ അക്കൗണ്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാഷ് ഒന്നും ഇപ്പം ഇല്ല, ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ സൗണ്ട് ഉണ്ടാക്കല്ലടാ, അവിടെ കാറോട്ടുണ്ട് മോന്, അതായത് അതിൻ്റെ സൗണ്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള അറിയില്ല അല്ലേ. അപ്പോൾ എന്താ പറയുക, ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നതൊക്കെ. അപ്പോൾ ഞാൻ സ്വയം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഒന്നും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, ഞാൻ എൻ്റെ ശരീരം സ്വന്തം ഞാൻ തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ അയാൾ. എൻ്റെ ആ വീഡിയോ ആണ് വല്ലാത്തൊരു ഫീലിംഗ് കിട്ടോ. കൈയൊക്കെ അങ്ങനെയൊക്കെ കാണിച്ച് നിൽക്കണം കേട്ടോ. നമുക്ക് ആ മീറ്റിങ്ങിലുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ മീറ്റിങ്ങിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. നമുക്കതിൽ കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കണതല്ല, എന്നും വാർത്തകളും ഫോണുകളും പത്രമായാലും യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എന്തെടുത്താലും അവിടെ സൗണ്ട് ഉണ്ടാക്കല്ലേ, നമ്മളതിൽ കാണുന്നതും കേൾക്കണമൊക്കെ സ്ത്രീകൾ മരിച്ച്, സ്ത്രീനെ കൊന്ന്, കാമുകം കൊന്നു, കാമുകിയെ കൊന്ന്, പെണ്ണ് എന്ത് ചെയ്താലും ഈ പെണ്ണുങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കുമല്ലോ. പെണ്ണുങ്ങളെ കാട്ടി ഒരു പെണ്ണാണിനെ കാട്ടുന്നത്. യാദർശികമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോസൊക്കെ നമ്മളെ ഫോണിലൊക്കെ കാണുന്നല്ലാതെ അല്ല, സ്ഥിരമായിട്ട് കാണുന്നത് എന്താ, ആണുങ്ങൾ പെണ്ണുങ്ങളെ കാട്ടി എന്നുള്ള കൂടുതലായിട്ടും കാണുന്നത്. ഇതാണ് ഒരു പെണ്ണാണിനെ ഇത്രയും ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ ഒരു ഇത് കിട്ടോ. എന്താ പറയുക, ചിരിക്കണോ കരയണോ സാധിക്കണോ എന്നുള്ള ഒരു എന്താ പറയുക, എന്തോ ഒരു ഇത് മനസ്സിന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്ത് കോടികൾ ആസ്തിയാണ് അല്ലേ, കോടികൾ ആസ്തി, പണത്തിന് മേലെ കിടന്നുറങ്ങാന്നൊക്കെ പറയില്ല, ആ അവസ്ഥയൊക്കെ ഇപ്പോൾ അതിനുള്ളത്. പെണ്ണുങ്ങൾ ആ ഭാര്യൻ്റെ ഫോട്ടോ ഒക്കെ അടിപൊളിയാണ്ട് കാണാനൊക്കെ. അതേപോലെ എന്താ പറയുക, നല്ല ഒരു പെണ്ണുങ്ങളായിട്ടുള്ള ഒരു എന്താ പറയുക ബന്ധമൊന്നും ഉണ്ട് ഇതൊന്നും അതിൽ പറയുന്നില്ല കേട്ടോ. എന്തോ ഒരു അമ്മ കേട്ടിട്ട് ഭാര്യൻ്റെ അമ്മ പറഞ്ഞത് കേൾക്കണുള്ളൂ, അങ്ങനെയാണെന്നൊക്കെ, സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അത്ര ഇഷ്ടമായിരുന്നു ഭാര്യനെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞ് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ്. അപ്പോൾ നിങ്ങളൊക്കെ അത് കേട്ടിക്കണോ? അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതായാലും അതിനെതിരെ ഒരുപാട് ആൾക്കാർ രംഗത്തിറങ്ങിയാണ്. ഇനി കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെയാണ് പറയണത്. ഡിവോഴ്സ് കിട്ടുമായിരിക്കും, രക്ഷപ്പെടുന്ന ഒരു സിനിമയിൽ പോലും ഡിവോഴ്സ് കിട്ടാതെ ഞാൻ അഭിനയിക്കൂല എന്നൊക്കെ പറഞ്ഞു. അയാളെ അവസ്ഥ അയാൾ പറഞ്ഞേ കേട്ടിട്ട് എന്താണല്ലേ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് മനസ്സിലാക്കാം, ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഈ ലോകത്ത് എല്ലാ ആണുങ്ങളെയും മാത്രമാണ് സാധാരണ എന്ത് പറയുകയാണെങ്കിൽ ആണുങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴാണ് ഒരു പെണ്ണ് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ എനിവേ അയാൾക്ക് നീതി കിട്ടട്ടെ, അയാളെ സങ്കടങ്ങളൊക്കെ മാറട്ടെ. പിന്നെ അല്ലാതെ ഇപ്പോൾ ഒന്നും നമുക്കായിട്ടിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ഏതായാലും എനിവേ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞാൻ കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്, അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്താന്ന് മാത്രം. അപ്പോൾ ഓക്കെ, താങ്ക് യു.